കഞ്ചാവിനെ പ്രണയിക്കുന്ന കഞ്ചാവ് അബു. ഞാൻ കഞ്ചാവ് വലിക്കണം എന്ന് ആരോട് ഉപദേശിക്കല്ല. എനിക്ക് തോന്നുന്നു 100 കേസുകൾ ആലുവയിൽ തന്നെ ഉണ്ട്. ആലുവയിൽ തന്നെ ഉണ്ടായി 15 വർഷം മുമ്പ്. ഉള്ളത് 290, 307 എന്നുള്ള കേസുകൾ, അടിപിടി കേസുകൾ, CC ചെയ്യാൻ പോക്ക്. അത് എന്താണെന്ന് അറിയോ? 15 വർഷം മുമ്പാണ് ഞാൻ മദ്യവും കഞ്ചാവും കൂടിയാണ് ഉപയോഗിച്ചത്. ഞാൻ കുടിക്കാണ്ട് നിർത്തി. അങ്ങനെ മദ്യത്തിനെ പാടെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ജീവിതം തുടങ്ങിയത്. അവിടെ എല്ലാ മദ്യപാനികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. മദ്യം നിർത്താൻ അല്പം സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ഇച്ചിരി വിഷമമായിരിക്കും, എങ്കിലും അത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ആശ്വസിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. നമ്മളിപ്പോ ഇത്ര പറയുമ്പോൾ അപ്പൊ കഞ്ചാവ് ഏറ്റവും നല്ല സാധനമാണെന്ന് നമ്മൾ പറയാനുള്ള കഞ്ചാവ് ഉപയോഗിച്ചോളൂ. അമൃതം അധികമായാൽ വിഷമാണ്. അമൃതം അധികമായാൽ വിഷമാണ്. അരിയിൽ പോലും അതിന്റെ വിഷങ്ങളുണ്ട്. പിന്നെ മയക്കുമരുന്നിലേക്ക് ബന്ധപ്പെട്ടവൻ രക്ഷപ്പെടൂല. കാര്യം അവൻ എങ്ങനെയൊക്കെ ചെന്ന് ട്രാപ്പിൽ വീഴുകയാണ്. പിന്നെ ട്രാപ്പിൽ വീഴുക. എന്റെ ഓർമ്മയിൽ കഞ്ചാവ് വെച്ചോടെ 3 രൂപ തുടങ്ങിയവര് ഇപ്പൊ 500 രൂപ വെക്കുമ്പോഴും പലവരുടെ വീട്ടില് അവന്റെ വീട്ടില് അടുപ്പ് പോലും പോയുള്ള കർമ്മക്കടമെന്നൊരു കടമുണ്ട്. നിരന്തരം അവൻ ഒരു 10 20 വർഷം ജീവിച്ചാലും ഇവൻ ചെയ്താലും അവന്റെ കേസ് നടത്താനും അവന്റെ കാര്യങ്ങൾ നടത്താനുള്ള പണം ഇനി അവൻ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും കിട്ടാനും 3 തലമുറയ്ക്കുള്ള അവന്റെ കയ്യിലില്ല. അവന്റെ വീട്ടിലും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പഴയ എനിക്ക് ഇത് തന്നെയാണ് ജനങ്ങളോട് പറയുന്നത്. ഔഷധമായിട്ട് ഉപയോഗിക്കുക, അല്ലാണ്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, ഡ്രഗ്സ് ഉപേക്ഷിക്കുക, സിഗരറ്റ് പോലും വലിക്കാതിരിക്കുക.